ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മൾ പുതിയൊരു കാർ നോക്കാൻ പോയ വിശേഷമാണ് കേട്ടോ. കാർ വേറെ ഇതുമല്ല, നമ്മളുടെ പുതിയ മഹീന്ദ്രയുടെ BE6E എന്ന കാറാണ് നമ്മൾ നോക്കാൻ പോയത്. ഇതിന്റെ ഡിസൈൻ ആണെങ്കിലും ഇന്റീരിയർ ആണെങ്കിലും ഒരു രക്ഷയില്ല മക്കളെ. ലോഞ്ചിന്റെ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഇത് ടെസ്റ്റ് ഡ്രൈവിന് വരുമ്പോൾ എന്തായാലും പോയി നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ BE9E ആണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. നമ്മളുടെ കൂടെ തന്നെ കാസർഗോഡുള്ള ഈ ചേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. വണ്ടി വന്ന് കാണാനായിട്ട് ആൾ കാസർഗോഡ് നിന്ന് ആളുടെ വൈഫിന് വേണ്ടിയിട്ട് വണ്ടി നോക്കാൻ വേണ്ടി വന്നതായിരുന്നു. സോ ഇതിന്റെ ഫ്രണ്ട് സ്പേസും ബാക്കിലെ സ്പേസ് ഒക്കെ തുറന്ന് കണ്ടിട്ട് എന്റെ അമ്മ അന്തം വിട്ടുപോയിട്ടോ. ഒരു രക്ഷയില്ല, അത്ര സ്പേഷ്യസ് ആണ് വണ്ടി. ജുബിയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതിന്റെ ബാക്കിൽ തന്നെ നമുക്ക് കിടന്നിട്ട് പോകാൻ അത്രയും സ്പേസ് വരുന്നുണ്ട് എന്ന്. സത്യമാണ് കേട്ടോ, ഒരു രക്ഷയില്ല ടിക്കി സ്പേസ് ഒന്നും. ആൻഡ് ജിവാപ്പും ജുബിയും വണ്ടിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ. അവിടെ എത്തിയതിനു ശേഷം ഫുൾ ടൈം അതിന്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു. അതിനുശേഷം സജാദിന്റെ വൈഫും എന്റെ വൈഫും കൂടി ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു. എന്തായാലും ഇത് വണ്ടി നമുക്ക് എടുക്കണം, കാരണം അവനും കൂടി എടുക്കാനുള്ള പ്ലാൻ ഉണ്ട്. സജാദിന് BE9Eയും എനിക്ക് BE6E ആണ് കേട്ടോ ഇഷ്ടമായത്. സോ അവൻ ആ വേരിയന്റും ഞാൻ ഈ വേരിയന്റ് ആയിരിക്കും എടുക്കുകയാണെങ്കിൽ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഷോറൂമിന്റെ ഉള്ളിൽ നിന്ന് വണ്ടി കണ്ടതിന് ശേഷം നമ്മൾ പുറത്തേക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുപോകുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് BE69 ആണ്. ഒരു രക്ഷയില്ല, അതിന്റെ ഉള്ളിലത്തെ സ്പേസ് ആണെങ്കിലും ആകെ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത് ഇതിന്റെ വൈറ്റ് ഇന്റീരിയർ മാത്രമേ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അത് ഭയങ്കര നെഗറ്റീവായി. എത്രയ്ക്ക് ലക്ഷറി ആണെന്നുണ്ടെങ്കിലും നമ്മളെ മക്കളുള്ളതുകൊണ്ട് ഹേർട്ട് ആക്കാനുള്ള ചാൻസ് കൂടുതലാണ് തോന്നി. പിന്നെ ഡ്രൈവിംഗിന്റെ കംഫർട്ട് വൈസ് ഫസ്റ്റ് സജാദാണ് ഓടിച്ചു നോക്കിയത്. ഓന് ഭയങ്കര ഇഷ്ടമായി വണ്ടി, ഒരു രക്ഷയില്ല. ഫീച്ചേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു വരണമെങ്കിൽ ഒരു 1.5 മാസം ടൈം എടുക്കും കേട്ടോ. ഇത്രയും ഫീച്ചർ ലോഡറാണ് വണ്ടി, ഒരു രക്ഷയില്ല. ഇതുപോലെ പനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഇതുപോലെ ഗ്ലാസ് ഉണ്ടാവും കേട്ടോ, ഓപ്പൺ സൺറൂഫ് അല്ല. പക്ഷെ അതെനിക്ക് നല്ലൊരു കാര്യമായിട്ടാണ് കേട്ടോ തോന്നിയത്. ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളുടെ ഇന്ത്യൻ റോഡ്സിൽ നല്ല രീതിയിൽ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. സോ ഇന്റീരിയറിലേക്ക് ആയി കഴിഞ്ഞാൽ ഒന്നിനും പറ്റൂല കേട്ടോ ഇന്റീരിയർ. സോ അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാൽ നമുക്ക് മുകൾ ഭാഗം നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് ഡ്രൈവിംഗിന്റെ ഇടയിൽ കാണാനും പറ്റും. പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളത് ഇതിന്റെ പെർഫോമൻസ് ആണ് കേട്ടോ. ഒരു രക്ഷയില്ല ഗൈസ്, വേറെ ലെവൽ പെർഫോമൻസ് ആണ്. അവനവിടെ ഫ്രണ്ടിൽ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ അതിന്റെ പുള്ളിങ് ബാക്കിലിരിക്കുന്ന നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ വലിച്ചെടുത്ത് കൊണ്ടുവന്ന പോലെ ഉണ്ടായിരുന്നു. നല്ല പവർഫുൾ ആണ് വണ്ടി. സോ അടുത്തതായിട്ട് ഞാനാണ് ഓടിക്കാൻ പോണത്. എനിക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത് ഇതിന്റെ പ്രൈസ് റേഞ്ച് ആയിരുന്നു. അതിൽ BE6 അവർ പറഞ്ഞത് ഇപ്പോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്നത് 31 ലക്ഷത്തി സംതിങ്ങും, അതുപോലെ BE9E വരുന്നത് 35 ലാക്സിന്റെ മേലെയാണ് കേട്ടോ. ഇത് ഓൺ റോഡ് പ്രൈസ് ആണ്, ഷോറൂം പ്രൈസ് അല്ല കേട്ടോ പറഞ്ഞത്, ഓൺ റോഡ് പ്രൈസ് ആണ്. അങ്ങനെ ടെസ്റ്റ് ഡ്രൈവിന് ശേഷം അവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളേഴ്സും ഞങ്ങൾ പോയി ബാക്കിലൊക്കെ പോയി നടന്ന് കണ്ടു കേട്ടോ. കളറിന്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് കൺഫ്യൂസിങ് ആവും, കാരണം എല്ലാ കളറും ഒന്നിനൊന്നിനും മെച്ചാണ് കേട്ടോ. അടിപൊളി കളർ ഷാർട്ടാണ് വണ്ടിയിൽ വരുന്നത്. അതിനുശേഷം അതിന്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. സോ അത്രയേ ഉള്ളൂ. അടുത്തൊരു വ്ലോഗിൽ കാണാം. അതുവരെ ബൈ.